കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും സോണിയാഗാന്ധിയുടെ വസതിയിൽ മഹാരാഷ്ട്രയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം. യോഗത്തിൽ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. യോഗത്തിന് ശേഷം ദേശീയ നേതൃത്വവുമായി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയേക്കും. ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേർന്നു. സുമോദ്, ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തുമ്പോൾ കെ.സി. വേണുഗോപാൽ അവിടെ ഉണ്ടാവുമോ? അജിംസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് 10 ജൻപതിന് മുന്നിലാണ്. ഈ 10 ജൻപതിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇവിടെ മഹാരാഷ്ട്ര യോഗത്തിന് എന്ന പേരിലാണ് ഇവിടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. സാധാരണ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട യോഗങ്ങളെല്ലാം ചേരുന്നത് ഇന്ദിരാഭവനിലാണ്. പക്ഷേ 10 ജൻപതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യോഗം ചേരുന്നത്. ഇപ്പോൾ ഈ യോഗത്തിന് രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എത്തിയിട്ടുണ്ട്. പക്ഷേ മല്ലികാർജ്ജുന ഖാർഗെ ഇതുവരെ യോഗത്തിന് എത്തിയിട്ടില്ല. അദ്ദേഹം ഉടൻ തന്നെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം അവിടെ മഹാരാഷ്ട്രയിൽ DCC പ്രസിഡന്റുമാരെ അടക്കമുള്ളവരെ നിയമിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ചർച്ച എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. അല്പനിമിഷം മുമ്പാണ് ഇദ്ദേഹം വന്നത്, കെ.സി. വേണുഗോപാൽ വന്നത്. അതിന് മുമ്പ് തന്നെ രമേശ് ചെന്നിത്തല എത്തിയിരുന്നു. ഈ യോഗത്തിന് ശേഷം മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായിട്ട് സംസാരിക്കണം എന്നാണ് രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നത്. കാരണം ഈ രണ്ട് പേരും, രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും ഒരേപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കേരളത്തിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കെ.സി. വേണുഗോപാലിൻ്റെ വിഭാഗം പറയുന്നത് അദ്ദേഹത്തിന് MLA-മാരിൽ പിന്തുണ കൂടുതലുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന് പ്രതിരോധം ഉയർത്തിക്കൊണ്ട് ചെന്നിത്തല പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അതായത് സഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രോസസ്സ്. അത് കഴിഞ്ഞ തവണ തനിക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം VD സതീശനാകുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഒരു നമ്പറിലല്ല പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ധരിപ്പിക്കുന്നത്. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരളത്തെ ബാധിക്കുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ രണ്ടാമത്തെ അനൗദ്യോഗിക മീറ്റിംഗിലായിരിക്കും നടക്കുക.